ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് കാരയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിങ് ധനുഷ് ആൻഡ് മമിത ബൈജു, ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ട്രെയിലർ കണ്ട് കാണുമല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയണ്ടേ ഗൈസ്? നമുക്ക് ട്രെയിലറിനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതിനാണല്ലോ നമ്മൾ ചാനൽ തുടങ്ങി വെച്ചേക്കുന്നത്. വരൂ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം കാര ഗൈസ് ഈ മാസം 30 ഏപ്രിൽ 30 റിലീസ് ചെയ്യുന്ന പടമാണ് ഗൈസ് കാര. ആൻഡ് ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമായിരിക്കും. തമിഴിൽ നിന്ന് വരുന്ന ധനുഷും മമിത ബൈജു, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ KS രവികുമാറുണ്ട്, കരുണാസുണ്ട്, ജയറാമുണ്ട്. അങ്ങനെ വലിയൊരു കാസ്റ്റുള്ളൊരു പടമാണ് ഗൈസ് കാര. ആൻഡ് ഈ കാരയുടെ കഥ നടക്കുന്നത് 1991 അല്ലേ? യെസ് ഗൈസ്, 1991 ഗൾഫ് വാർ ടൈമിലാണ് ഈ കഥ നടക്കുന്നത്. രാമനാഥപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിൻ്റെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1991 ഗൾഫ് വാർ ടൈമിൽ ഒരു കള്ളൻ്റെ കഥയാണ് ഗൈസ്. പുള്ളിയുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുന്നൊരു കഥയാണെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ കാസ്റ്റിനെ കുറിച്ച് എടുത്തു പറയണം ഗൈസ്. ധനുഷ് അറിയാലോ, സൂപ്പർ ആക്ടറാണ്, സൂപ്പറായിട്ട് ചെയ്യും എന്നുള്ളതിന് വിശ്വാസമാണ് ഗൈസ്. ധനുഷിൻ്റെ 54ാമത്തെ പടമാണ് ഈ പടം. ആൻഡ് അതുപോലെ തന്നെ മമിത ബൈജു കുറച്ചും കൂടെ ഇമോഷണൽ ഡെപ്ത് ഉള്ളൊരു കിടിലൻ ക്യാരക്ടറായിരിക്കുമെന്ന് ഉറപ്പായിട്ട് പറയുന്നു. ആൻഡ് സുരാജ് ഏട്ടൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫുൾ തമിഴിലാണെന്ന് തോന്നുന്നു ഗൈസ്. നേരത്തെ ഒരു പടം യൂത്ത് എന്ന് പറഞ്ഞൊരു പടം ചെയ്തത് ഇപ്പം കാരയിലും ഉണ്ട്. കാരയ്ക്കകത്ത് നല്ലൊരു വേഷം തന്നെ ആയിരിക്കും. പോലീസുകാരനായിട്ടാണ് ബേസിക്കലി. വേണമെങ്കിൽ നമുക്ക് പുള്ളി ഒരു ആൻറ്റഗോണിസ്റ്റ് ആണെന്ന് പറയാം ഈ പടത്തിൻ്റെ. ആൻഡ് ഈ പടത്തിൻ്റെ പ്ലോട്ടെന്ന് വെച്ചാൽ കുറച്ച് ഡാർക്കാണ് ഗൈസ്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും, കുറച്ച് ഡാർക്ക് ടോൺ പിടിച്ചൊരു ട്രെയിലറാണ്. അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ മ്യൂസിക് വളരെ ലൗഡൊന്നുമല്ല ഗൈസ്. അത് GV പ്രകാശിനെ എടുത്തു പറയണം ഗൈസ്. GV പ്രകാശിൻ്റെ മ്യൂസിക് കിടിലുമായിരുന്നു. പടത്തിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഭയങ്കര ലൗഡാണെങ്കിൽ ട്രെയിലർ സ്പോയിൽ ആയി പോകുന്ന ഗൈസ്. ബട്ട് ഇത് കറക്റ്റായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് ഒരു നല്ലൊരു ധനുഷിൻ്റെ ഒരു നല്ലൊരു ട്രെയിലർ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവസാനം കണ്ട് രായൻ്റെ ആണെന്ന് തോന്നുന്നു. സൂപ്പർ ട്രെയിലറായിരുന്നു രായൻ്റെ. അതിനുശേഷം ഇപ്പം വന്നത് ഈ ബെസ്റ്റ് ട്രെയിലർ കാരയാണ് ഗൈസ്. കാരയുടെ ട്രെയിലറാണ്. ലീഡ് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ സ്ക്രീൻ പ്രസൻസ് കിടിലായിരുന്നു ഗൈസ്. ആൻഡ് അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് മമിത ബൈജുവിൻ്റെയാണ് ഗൈസ്. അതിൻ്റെ കുറച്ച് ഇതിനെ ട്രെയിലറേ കാണിക്കത്തുള്ളൂ. അത് ഒരെണ്ണം ഒരു പോലീസുകാരൻ പിടിച്ച് അടിക്കുന്ന എന്തോ സംഭവം. പിന്നെ അറിയാലോ, ഒരു കള്ളൻ്റെ ഭാര്യയായ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കണമെന്ന്. അപ്പോൾ അതിൻ്റേതായ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതിന് പുള്ളിക്കാരി ധനുഷിനോട് ചോദിക്കുന്നു എവിടെ പോകുന്നു, വീണ്ടും മോഷ്ടിക്കാൻ പോകണമെന്ന്. ഭയങ്കര ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ എടുത്തു പറയണം ഗൈസ്, കിടിലായിരുന്നു. ആൻഡ് GV പ്രകാശ് ഹാറ്റ്സ് ഓഫ് മാൻ ഫോർ ക്രിയേറ്റിംഗ് അഗെയിൻ സംതിങ് മാജിക്കൽ. ആൻഡ് അതിന് ശേഷം ട്രെയിലറിലെ ഫുള്ള് ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ ജയറാമേട്ടനെ ധനുഷ് വിളിക്കുന്നതായിട്ടാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. ഇനി ധനുഷ് വേറെ ആരെങ്കിലുമാണ് വിളിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. ബട്ട് ജയറാമേട്ടന് നല്ലൊരു പ്രോമിനൻറ്റ് റോൾ ആയിരിക്കും എന്ന് തോന്നുന്നു ഗൈസ്. നല്ലൊരു ഇമോഷണൽ ഡെപ്തുള്ള കഥയായിരിക്കുന്നു ഉറപ്പാണ് ഇതിൻ്റെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലറിലെ വിഷ്വൽസ് എല്ലാം കിട്ടില്ലായിരുന്നു. ഇതിൻ്റെ അവസാനത്തെ റെട്രോ സോങ് മിക്സ് ഉണ്ടല്ലോ, അതും സൂപ്പറായിരുന്നു ഗൈസ്. അതിനുശേഷം ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് പടം. നമുക്ക് കാണണം 30 എനിക്ക് തോന്നുന്നു. ഞാൻ എക്സിൻ്റെ അകത്തൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ട്രെയിലർ പ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആയിരിക്കും. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിഘ്നേഷ് രാജ ഫ്രം ഈസ് ആൾസോ ദ ഡയറക്ടർ ഓഫ് പോർത്തൊഴിൽ എന്ന് പറയുന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഓഫ് തമിഴ് സിനിമ. ഒരു 2023 പോർത്തൊഴിൽ ഇറങ്ങിയത്. അത് സോണി ലൈവിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. സൂപ്പർ പടമാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഡയറക്ടർ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിലും കൂടെ പറഞ്ഞിരുന്നു. ഈ പടത്തിൽ ഒരിക്കലും ലേറ്റ് ആവരുത്. നിങ്ങൾ പടം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീൻ തൊട്ടേ സ്റ്റോറിയിലേക്ക് കയറുന്നുണ്ട്. ആൻഡ് ഇൻ്റർവ്യൂ സമയത്തും പെട്ടെന്ന് പോവുക, തിരിച്ചു വരിക. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും സ്റ്റോറിയിലേക്ക് തന്നെയാണ് കയറുന്നത്. സോ ഓരോ സീനും ഇമ്പോർട്ടൻസ് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ഇതിൻ്റെ സ്റ്റോറി ആയിരിക്കും ഈ പടത്തിന് ഒരു ഇത്. ഇങ്ങനത്തെ ഉള്ള കഥകൾക്കൊക്കെ നല്ല ഇത് വേണം ഗൈസ്. ആൻഡ് ഇതിൻ്റെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്, വിഷ്വലി ഇമ്പ്രസീവാണ്. അതുപോലെ തന്നെ നല്ല മൂഡ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്.
ഒരു സ്ട്രോങ് മൂഡ്, എൻ്റെ ആ ക്യൂരിയോസിറ്റി ഉറപ്പായിട്ടും ആ പടത്തിലുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. സോ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയുക ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ അറിയത്. സോ ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാരയോട് ഹൈപ്പുണ്ടോ എന്നൊക്കെ പറയുക. അതുപോലെ തന്നെ ട്രെയിലർ ഇഷ്ടപ്പെടുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.